ഇന്ത്യൻ ടു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ട്രെയിലറൊക്കെ കണ്ടതിൽ വെച്ചിട്ട് ലീസ്റ്റ് എക്സ്പെക്ടേഷൻ തന്നെയാണ് പടം കാണാൻ പോയത്. പക്ഷെ ദോഷം പറയരുതല്ലോ, നല്ല വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം 1996 റിലീസായിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ശങ്കറും സുജാതയും കൂടി എഴുതിയിട്ടുള്ള ഒരു ബാക്ക് ബോൺ സ്ക്രിപ്റ്റ്, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിനെയും എങ്ങനെ നശിപ്പിച്ചു വെക്കാം എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതില് സേനാപതിയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് കംബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തി. നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് സേനാപതി വരുമ്പോൾ അവിടെയുള്ള പേക്കൂത്തുകളൊക്കെ കാണുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. കഷ്ടപ്പെട്ടത് വെറുതെ. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ മർമ്മകലയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മർമ്മക്കുത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് സേനാപതിക്ക് അതിനെ കുറിച്ചിട്ട് വശമുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വെറൈറ്റി ടൈപ്പ് കുത്തുകൾ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു കുത്ത് ഇതിന്റെ ഡയറക്ടർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നും, ശങ്കറിന് തന്നെ. കാരണം എന്ത് കോമാളിത്തരാണ് കാണിച്ചു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നും. സിനിമയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരുന്നു ചോദിച്ചാൽ ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മ്യൂസിക് കയറുള്ളത് അനിരുദ്ധാണ്. കാരണം അനിരുദ്ധ് ജവാൻ തൊട്ട് ഇങ്ങോട്ടേക്കുള്ളതിലെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗൂസ്ബം തരുന്ന ഒരു മ്യൂസിക് തരാൻ ആൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇതിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കമൽഹാസൻ പറയുന്നുണ്ടായിരുന്നു പ്രസ് മീറ്റില്, ഇന്ത്യൻ ടൂവിനേക്കാൾ ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഇന്ത്യൻ 3 ആണ്. ഇന്ത്യൻ 3യുടെ ട്രെയിലർ ലാസ്റ്റ് കാണിക്കുന്നുമുണ്ട്. പക്ഷെ പടം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ സെയിം റിയാക്ഷൻ. ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് സ്ക്രീനിൽ പോകുന്നുണ്ട്. ആൾക്കാർ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ചില പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് കയ്യിൽ തരും. പ്രത്യേകിച്ച് ഇതിലത്തെ കുറെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ റക്കുലിന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പൊ സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ ആയാലും ശരി, ആർക്കും കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഇത് ഒരു 3 മണിക്കൂർ സിനിമ വലിച്ച് 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 നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസ് കാണുമ്പോൾ നമുക്ക് തോന്നാം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചാൽ അത്യാവശ്യം നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കാണുമ്പോൾ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇന്റർവെൽ ബ്ലോക്ക് ഒന്ന് കൊണ്ട് വെക്ക് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്റ്റോറിയുടെ പോക്ക്. ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് തന്നെയാണ് പോയത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ചില പടങ്ങൾ കണ്ടാലും എന്തെങ്കിലും അതിലൊരു ഈ ഒരു സംഭവം കൊള്ളായിരുന്നു എന്ന് നമുക്ക് തോന്നില്ലേ, അതുപോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പ്രോസ്തെറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫസ്റ്റ് പാർട്ടിൽ അന്നത്തെ ആ ഒരു ക്യാരക്ടർ നമുക്ക്, അത് സേനാപതിയാണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ള ആ ഒരു ഫീല് നമുക്കുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കമൽഹാസൻ ഒരു പ്രോസ്തെറ്റിക്സ് ഇട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും അതിലില്ല. ഇപ്പോ ബാക്കി മറ്റേ താത്ത വരാറെ എന്നുള്ള പാട്ടൊക്കെ കൊണ്ടുവച്ച പ്ലേസ്മെന്റിന്റെ സ്ഥലം ഉണ്ടല്ലോ, വെറുപ്പിച്ചു തന്നു. അതുപോലെ കലണ്ടർ സോങ്, എന്റെ സേനാപതിയുടെ ഇൻട്രോ, അങ്ങനെ എങ്ങനെയെങ്കിലും പടം കഴിഞ്ഞാൽ മതി എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാട്ടിക്കൂട്ടലായിരുന്നു ഇന്ത്യന്റെ രണ്ടാം വരവ്. അതാണ് മൊത്തത്തിലുള്ള അവസ്ഥ. പ്രത്യേകിച്ച് ഇതിലുള്ള വെറൈറ്റി ടൈപ്പ് ഫൈറ്റ് സീക്വൻസ് പറഞ്ഞുണ്ട് അവസാനം കൊണ്ട് വെക്കുന്നത്. അവസാനത്തെ ഒരു അരമണിക്കൂറോളം, അരമണിക്കൂറല്ല, ഒരു 20 അപ്രോക്സിമേറ്റ്ലി ഒരു അരമണിക്കൂറോളം GTA ഗെയിം കളിച്ചൊരു ഫീൽ ആയിരുന്നു. കാരണം അവിടുന്ന് പോലീസ് വരുന്നു, ഇവിടുന്ന് ആൾക്കാർ വരുന്നു, ലീവ് മീ അലോൺ മറ്റേ ചീറ്റ് കോഡ് അടിച്ചു കൊടുത്താലോ എന്ന് തോന്നി ചില സമയത്ത്. അമ്മാതിരി ഐറ്റംസ് ആയിരുന്നു. എന്തായാലും വൺ ഭീകര എക്സ്പീരിയൻസ് ആയി പോയി, അല്ലെങ്കിൽ എന്താ പറയാ, പറയിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്ത്യൻ ടു. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ഇപ്പൊ ഏതാണ്ട് ഒരു 1-2 ആഴ്ചയോളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൗസ് ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു. സോ അതുകൊണ്ട് ഇപ്പോഴാണ് ഒന്ന് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇതൊരു പുതിയൊരു ബിഗിനിങ് ആയിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.